മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിത മേഖലകളുടെ പുനരധിവാസത്തിന് സഹായം ആവശ്യപ്പെട്ട് നിവേദനവും നൽകുമെന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഡൽഹിയിൽ നിന്നും ആർ രാധാകൃഷ്ണൻ തത്സമയം ചേർന്നു. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. രാധാകൃഷ്ണൻ, ഡൽഹിയിലെ ജീവിതമൊക്കെ എങ്ങനെ? അവിടെ കാലാവസ്ഥ എപ്പടി? കാര്യങ്ങളൊക്കെ ഓക്കെയാണോ? ഗുഡ് മോർണിംഗ് എസ് കെ. ഡൽഹിയിലെ കാലാവസ്ഥ ഇപ്പോൾ വളരെ നല്ല കാലാവസ്ഥയെന്ന് പറയാം. കാര്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചെറിയ മഴ പെയ്യുന്നുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും അത് ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് ഇനി തണുപ്പിലേക്കുള്ള പോക്കാണ്. അപ്പോൾ ആ ഒരു കാലാവസ്ഥയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നു ഡൽഹി എന്നുള്ളതാണ്. അത് സൂചിപ്പിക്കുന്ന വിധത്തിൽ ഡൽഹിയിൽ ഈ പൂക്കളൊക്കെ വിടരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി സഞ്ചാരികളുടെ വരവായിരിക്കും ഇനിയുള്ള മാസങ്ങളിൽ ഡൽഹിയിലേക്ക് പ്രതീക്ഷിക്കുന്നത്. വലിയ രീതിയിലുള്ള സഞ്ചാരികളുടെ പ്രവാഹം ഇത്തവണ ഡൽഹിയിലേക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെ ഡൽഹി ഒരു പുതിയ ഒരു നല്ല സമയത്തിലേക്ക് കടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്നലെ വരെ ഉണ്ടായിരുന്ന ജന്മാഷ്ടമി ആഘോഷങ്ങളൊക്കെ പൂർത്തിയായി. ഇന്നു മുതൽ ഡൽഹി വീണ്ടും സജീവമാകുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. സ്കേൻ, നമ്മുടെ മുഖ്യമന്ത്രി അടക്കമുള്ളവരും ഇന്ന് ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ്. ഇന്നലെ വരെ അവധിയായിരുന്നു. ഇന്ന് ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്ന മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണാനായിട്ട് എത്തുകയാണ്. നമ്മളെ ഏവരെയും ദുഃഖത്തിലാഴ്ത്തിയ വയനാട് ദുരന്തം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേരളത്തിൻ്റെ ആശങ്കകൾ അതൊക്കെ അദ്ദേഹം പങ്കുവയ്ക്കും. സാമ്പത്തികമായിട്ട് വലിയ ബാധ്യതയാണ് കേരളത്തിന് ഈ ദുരന്തം സമ്മാനിച്ചിരിക്കുന്നത്. അവിടെയുള്ള ആളുകളുടെ കണ്ണീരൊപ്പണമെങ്കിൽ, അവരുടെ ജീവിതം മടക്കി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ വലിയ സഹായം കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടി വരും. ഒരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ നിലവിലുള്ള നിയമം അനുസരിച്ച് സാധിക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോഴും ഒരു ദേശീയ ദുരന്തമാണ് എന്നത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സഹായം സംസ്ഥാനത്തിന് ലഭിക്കുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ ആഗ്രഹം. ഇത് പ്രധാനമന്ത്രി കേരളത്തിൽ എത്തിയ ഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. പ്രധാനമന്ത്രി ആവും വിധം സഹായിക്കും എന്ന ഉറപ്പും നൽകിയിരുന്നു. അതിന് തുടർച്ച എന്ന രീതിയിലാണ് വിശദമായിട്ടുള്ള കണക്കുകളും ആവശ്യങ്ങളുമായിട്ട് കേന്ദ്രത്തെ സഹായിക്കാനായിട്ട് പോകുന്നത്. നിലവിലുള്ള ഈ ദേശീയ ദുരന്ത നിവാരണ നിയമം ആണ് നിലവിലുള്ളത്. ആ നിയമം അനുസരിച്ച് ഏതെങ്കിലും വിധത്തിലൊരു കേന്ദ്ര ഇടപെടൽ അഥവാ കേന്ദ്ര സഹായം ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള മന്ത്രാലയങ്ങളാണ് തീരുമാനിക്കേണ്ടത്. വ്യത്യസ്ത മന്ത്രാലയങ്ങളുടെ ഭാഗത്ത് നിന്ന് ലഭ്യമാകേണ്ട സഹായങ്ങൾ എന്തൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രി ഇന്ന് ആവശ്യമുന്നയിക്കും. ശുഭാപ്തി വിശ്വാസത്തോടെയാണ് കേരളം ഇന്ന് പ്രധാനമന്ത്രിക്ക് മുന്നിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നത്. എസ് കെ. താങ്ക് യു. ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.